മേ ഐ കം ഇൻ? ചാക്കോച്ച, നിങ്ങളല്ലേ പറഞ്ഞ ഇപ്പൊ ടി വി സീരിയലിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന്? ഒരെണ്ണം കൊണ്ടുവന്നാൽ തട്ടിക്കളയാമെന്നും ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണ് തീരെ നേരമില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ചാ ഞാൻ പിന്നെ വരാം. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോരുത്. സീൻ നമ്പർ 1 പകൽ. ദൃശ്യം തുടങ്ങുന്നത് വിശാലമായ ഇവിടെ വായിക്കണ്ട, ചുരുക്കി പറഞ്ഞാ മതി. മതിയല്ലേ? ഞാനും അത് ആലോചിച്ചു. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഊണിലും ഉറക്കത്തിലും ചാക്കോച്ച എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി, ഒരു മധുരിക്കുന്ന വ്രണമായി ഈ കഥ കുടിയിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായി. ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും? വർഷങ്ങളോളമായി. കടൽ, ആഴി, അലയാഴി, കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വറ്റം മുക്കുവരുടെ കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞിന്റെ 17 വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ. ഈ എൽസമ്മയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അഷ്റഫ്. ഈ അഷ്റഫിൽ നിന്ന് അച്ചൻകുഞ്ഞ് പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടിയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം, കൈ നിറയെ കാശ്, ഇതെല്ലാം വന്നപ്പോൾ അച്ചൻകുഞ്ഞാളാകെ മാറി. ആ ചാകരകാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി. പളനി കുര്യച്ചൻ അല്ല, പളനി അല്ല, കുര്യച്ചൻ. പളനി എന്ന് പറഞ്ഞ കുര്യച്ചൻ ഞാനല്ല കഥാകൃത്ത്. കഥ വലക്കമല്ല വർത്താനം പറയാ. അങ്ങനെ കുര്യച്ചൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അച്ചൻകുഞ്ഞ് മോളെ തന്നെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായ പ്രകാശന്? ആ ഒരൊറ്റ കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശാ കാമുകനായിക്കൊണ്ട് ഈ അഷ്റഫ് കറുത്തമ്മയല്ല എൽസമ്മ, താങ്ക് യു, എൽസമ്മ എന്ന് വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടി ഉലാത്തുകയായിരുന്നു. അങ്ങനെ ഇഷ്ടമായോ? ഇത് നിങ്ങൾ എഴുതിയതാ? പിന്നെ നിങ്ങൾ എഴുതിയാ? ഏടോ മനുഷ്യ സ്വന്തമായിട്ട് വല്ലോണ്ട് എഴുതിയാ പോരെ. ഇത് തകഴിയുടെ ചെമ്മീനില്ലേ? പരീക്കുട്ടൻ കറുത്തമ്മയുടെ പേര് മാറ്റിയാൽ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? ആര്? തകഴി അദ്ദേഹത്തിനല്ലേ ചെമ്മീൻ. ഓഹോ, അപ്പൊ ഇത് ഇവിടെ ഏൽക്കൂല. ഇതിന്റെ 3ാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? എന്തെഴുതി കൊണ്ടുവന്നാലും അത് തകഴിന്റേത്, എംടിന്റേത്, ബഷീറിന്റേത്. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം. ഇത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ടോ അരവിന്ദനെ കൊണ്ടോ സിനിമ ആക്കി എടുപ്പിച്ചിട്ടില്ല. ഇതൊരു മുസ്ലിം സബ്ജക്റ്റാണ്. ഒരു ചേഞ്ച്. കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജിയാർക്ക് 3 ഭാര്യമാർ. 3 ഭാര്യമാര്? അതെ, ഈ 3 ഭാര്യമാരിലായി 4 ആൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ടവറ്റ 2 ആൺമക്കൾ ഹസൻ റഷീദ്, 2ാമത്തേതിൽ ഹനീഫ്, 3ാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ 2ാമത്തെ ഭാര്യ സോറാബി വരുന്നു. പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം. അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും 2ാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു. വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ഹാജിയാർ രക്ഷപ്പെട്ടു. എങ്ങനെ? കൈയിന്റെ ചൂണ്ടുവിരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണതിനനുസരിച്ച് തിരിച്ച് ആ സ്ത്രീ ചുരയിറക്കി. ഹാജിയാർ രക്ഷപ്പെട്ടു. അന്ന് ഹാജിയാർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായത് വാക്ക്. എന്നാ വാക്ക് എന്താന്ന് ഞാൻ പറയട്ടെ? എന്നാ പറയട്ടെ. പറയുന്നു. ഹസനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുപരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേദന തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി. പിന്നെ ഞാൻ ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് മാത്രല്ല അത് കേട്ട നിങ്ങൾ ഒരു അതും കേട്ടാന്ന് ഞാൻ ഒന്ന് കൊടുക്കട്ടെ. കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയൊരു ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 രൂപയ്ക്കും വേണ്ടി തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റ് കൊന്ന കഥ. കർത്താവേ, കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ എന്റെ ശരീരം തൊട്ട് കളിക്കരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി? ഞാൻ എന്റെ ഭാവന നിർത്തി. എന്റെ ഭാവന ബൈബിൾ കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുർആൻ കട്ടെഴുത കള്ളൻ. പ്രകാശേ, ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ.
ഇതാര് കാഞ്ഞിരം കുറ്റിയോ? ആകെ ഒന്ന് വൃത്തിയായിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? സോറി, ഞാനിപ്പോ കാഞ്ഞിരംകുറ്റി അല്ല, ഇടക്ക് വെച്ച് ഈ പേരൊന്നും മാറ്റി. അതെന്താ? അതായത് ഈ കാഞ്ഞിരംകുറ്റി എന്ന് പറയുമ്പോൾ അതിലൊരല്പം കയ്പില്ലേ? ഉണ്ട്. എന്റെ കൃതികളിൽ ഉടനീളം വായനക്കാർക്ക് ഈ കയ്പ് അനുഭവപ്പെട്ടു. അത് കറക്റ്റാ. വായനക്കാർ നന്നാവാത്ത കാലത്തോളം ഈ സാഹിത്യ ലോകത്തിന് ഒരു ലക്ഷ്യം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി. ആ, അമൃതം ഖാദർ എന്ന പേരിൽ പുതിയ മേഖലകളിലേക്കാണ് എന്റെ കാൽവെപ്പ്. അതെന്താ, ദുബായിലേക്ക് പോവാണോ? ചേ, നിരൂപണം. അത് കൊള്ളാം. വലിയ അധ്വാനം ഇല്ലാത്ത പണിയാണല്ലോ. ആഹാ, അതിനാണ് അധ്വാനം. എഴുത്തുകാർക്ക് കണ്ണു കണ്ട് എന്തെങ്കിലും വാരികൾ ചെയ്താണ്ട് വായിച്ചാൽ മതി. ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി മറ്റുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നിരൂപണം എഴുതാൻ ചില്ലറ പണിയാ. പഴയ പോലുള്ള പണിയാണോ? ഇത് വലിയ റിസ്ക് പിടിച്ച പണിയല്ലേ? പിന്നെ? മോന്തക്ക് നല്ല പെട കിട്ടില്ലേ? ഇങ്ങനെ പഴട്ടാ ഞാൻ എന്താ പോക്കറ്റ് അടിക്കാൻ വന്ന? പോക്കിത്തരം പറഞ്ഞു കൊടുക്ക. എന്ത് മനസ്സിലാക്കിയിട്ടാണ് വർത്താനം പറഞ്ഞത്? ഞാനിപ്പോ ആരാന്നാ വിചാരിച്ചേ? താൻ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്നറിയോ? ജ്ഞാനപീഠ അവാർഡ് വാങ്ങിയ യണമ്പ്യാരാ. അയാളുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടെന്ന് ഞാൻ അതിന് പോവുക. അതെ, പോണ വഴിക്കൊന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ തൊള്ളെ കൊള്ളാത്ത വർത്താനം പറഞ്ഞ ആളെ മേപ്പിട്ട് തരണം. ഇതേ 1.2 ക്യാമറയും തൂക്കി നാട് നീങ്ങളെ ഷൂട്ട് ചെയ്ത് നടന്നിട്ട് ദൂരദർശനെ പറ്റിക്കുന്ന പണിയല്ല, മനസ്സിലായോ? ദൂരദർശനെ പറ്റിക്കാൻ നടക്കണത് നിന്റെ അച്ഛനാ. എന്താ ദേഷ്യം വന്ന? ദൂരദർശനെ പറഞ്ഞോണ്ടൊന്നല്ലടാ, പിന്നെ എനിക്ക് ആ വൃത്തിയായിട്ടവനെ ഇഷ്ടല്ല. അതെ, പോണ്ടേ? പോവാ, ഞാൻ റെഡി. എന്താ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? എന്താ കാര്യം? ഞാൻ കൂടെ അറിയട്ടെ. നമ്മുടെ കാര്യം തന്നെ. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായില്ലേ കൂട്ടാ. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ തനിച്ച് തന്നെ. പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. അതല്ലടി മോളെ, ഒരു കുഞ്ഞു മോനോ മോളോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഫ്രണ്ട്സിന്റെ എല്ലാം ചോദ്യത്തിന്റെ അർത്ഥം തന്നെ മാറി തുടങ്ങി. പറയുന്നവർക്കെന്താ? അതല്ലെന്നേ, ഒരു കുഞ്ഞുണ്ടായ അതിന്റെ സുഖമൊന്ന് വേറെ തന്നെ. എന്താ ഈ പ്രകാശിന്? എനിക്കും ആഗ്രഹമില്ലെന്നാ കരുതിയിരിക്കുന്നത്. പ്രഗ്നന്റ് ആയ എന്തൊക്കെ പ്രോബ്ലംസാ. പ്രകാശിന് പറഞ്ഞാ മതി, കഷ്ടപ്പാട് മുഴുവൻ ഞാൻ സഹിക്കണ്ടേ? വേണ്ട, നല്ലൊരു മോളത്താ. ലീവ് കൊടുത്ത് അവളെയും കൊഞ്ചിച്ച് ഞാൻ വിട്ടിരുന്നോളാം. പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള പറച്ചിലല്ലേ? വെയിറ്റ്, 1 വർഷം കൂടെ, അപ്പോഴേക്ക് എന്റെ പ്രൊമോഷൻ എല്ലാം റെഡിയായി നമ്മളൊന്ന് സെറ്റിൽഡ് ആവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി, മാനേജറായി, ഡയറക്ടറായി, പെൻഷനായി, മൂത്ത് നരച്ച് 60-ആം കാലത്താ വരണം. ഓടി വരുന്നു. ഹലോ ഹലോ, ആ അതെ, ബാലേട്ടനാ? ഞാൻ സുമിയ. എവിടുന്നാ? ഉണ്ട്, സുഖമാണ്. ആ കൊടുക്കാം. ബാലേട്ടൻ നൈനിറ്റാളിന്നാ. ഹലോ അളിയാ, ഞാനാ. എന്തൊക്കെയാ? നൈനിറ്റാളിന്നോ? അതെ, നിന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. അടി കൊടുക്കാനോ? അതൊക്കെ ആവശ്യം ഞാൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ റെഡിയാ. ആ അതെ. ഹലോ ഹലോ, കട്ടായി. അങ്ങോട്ട് വരുന്നോന്ന് പോയാലോ? പറയാൻ എന്ത് ഈസിയാ, ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ രണ്ടിനും. എത്ര കാലമായി സുമി നമ്മളൊരു യാത്ര പോയിട്ട്. നൈനിറ്റാൾ പോട്ടെ, അറ്റ്ലീസ്റ്റ് ഊട്ടിക്കെങ്കിലും വിട്ടാലോ? ഈ പ്രകാശൻ എന്താ വെറുതെ കാശ് ചെലവാക്കാൻ? ഞാൻ സീരിയസ് ആയിട്ട് പറയാ. 2 ഹോളിഡേ, 2 ദിവസം ലീവ്. നാളെ തിരിക്കാം. നഷ്ടപ്പെട്ട ഹണിമൂൺ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സുന്ദരൻ ട്രിപ്പ്. എന്തു പറയുന്നു? ഐഡിയ എങ്ങനെ? സീരിയസ് ആയിട്ട് പറയാ? പിന്നല്ലാതെ. ഈ ചെലവാക്കുന്ന കാശുണ്ടെങ്കിൽ ഒറ്റ ഞെക്കിയൊക്കെ കൊല്ലും ഞാൻ. കാശ് കാശ് കാശ്. ഇനി അങ്ങോട്ട് ഒന്നും പറയണ്ട. നാളെ ഈവനിങ് നമ്മൾ തിരിക്കുന്നു, മനസ്സിലായോ? ഏ ആ ഇനി എന്താണ് വേണ്ടത്? അവളുടെ സാരി. ഊട്ടിയല്ലേ, തണുപ്പായിരിക്കും, സ്വെറ്റർ ഇരിക്കട്ടെ. എന്തിനാ മോളെ സ്വെറ്റർ? സ്വെറ്റർ ഇട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വല്ല ഇരുന്നാ പോരെ. അതിന് ഊട്ടിക്ക് പോണ്ട വല്ല കാര്യമുണ്ടോ കൂട്ടാ? എ ഹാപ്പി ന്യൂസ് ഫോർ യു. കൂടെ ഒരു സാഡ് ന്യൂസ്. സുമിത്രയ്ക്ക് പ്രൊമോഷൻ ഓഫീസറായിട്ട്. സാഡ് ന്യൂസ് എന്താണെന്നറിയില്ലേ? എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. ഈ മൺഡേ അവിടെ പോയി ജോയിൻ ചെയ്യണം.
കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. നീ എന്നെ ചിറ്റി കളിപ്പിക്കുക. കൂട്ടിക്ക് പോയി 3-ാം മാസം നീ പൊടി ചോദിച്ചില്ലെങ്കി എന്നെ ഇങ്ങനെ വിളിച്ച കൂട്ടാ. എന്റെ അമ്മേ. ഹലോ, ഞാൻ സുമിത്രയാ. ഒന്ന് ഇവിടം വരെ വരൂ. ആ നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിവിടെ പാക്കിങ്ങില്ല, എല്ലാം കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ശരി, ഞാൻ ഇറങ്ങുന്നു. നടക്കില്ല, നടക്കില്ല, 100% നടക്കില്ല. പ്രകാശ്, അവർക്ക് തോന്നിയത് പോലെ തോന്നിയിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാ ഇവിടെ ആരാ പോയിരിക്കുന്നത്? ചേട്ടാ, അത് കൊള്ളാമല്ലോ. പതുക്കെ. ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ അല്ലേ? എന്ത് പ്രൊമോഷൻ? അങ്ങനെ ഇവിടെ ആരും പ്രൊമോട്ട് ചെയ്യണ്ട. സ്വൈര്യമായിട്ട് ജീവിക്കുന്നിടയ്ക്ക് ഓരോ കോടാലി. ഞാൻ വരടി നിന്റെ ബാങ്കിലേക്ക്. നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന്മാർ എന്ത് ചെയ്യും? പ്രകാശ്, പതുക്കെ. ആളുകൾ നോക്കുന്നു. നോക്കട്ടെ, ഐ ഡോണ്ട് കെയർ. അല്ലെങ്കിൽ തന്നെ എല്ലാരും അറിയട്ടെ ബാങ്കുകാരുടെ കളിയൊക്കെ. എന്താ ഇത് മനസ്സിലാവുന്നിട്ട് ചോദിക്കുക? ഓഹോ, തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. തനിക്ക് എന്താ അറിയേണ്ടത്? ഞങ്ങൾ തമ്മിൽ ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. തനിക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കേക്ക്, അല്ലെങ്കിൽ താൻ പോറവിടുന്ന്. ദാ കിടക്കുന്ന നിന്റെ ഊട്ടി ട്രിപ്പ്. ഊട്ടിയിൽ ഇനിയും പോവാലോ? വേണ്ട, ഊട്ടിയിലും പോണ്ട, ഒരു സ്ഥലത്തും പോണ്ട, എറണാകുളത്തും പോണ്ട. പുറത്ത് എവിടെയെങ്കിലും വെച്ച് പറഞ്ഞ ബഹളം ഉണ്ടാക്കില്ല എന്ന് കരുതിയാണ് റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞത്. അവിടെ എന്താ കാട്ടിക്കൂട്ടിയത്? പിന്നെ കാട്ടിക്കൂട്ടാതെ ഞാൻ നിന്റെ കൂടെ അവിടെ നിന്ന് ശൃംഗരിക്കണോ? നിനക്കറിയാലോ, 1.5 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ദിവസമെങ്കിലും നമ്മൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ? പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ പ്രകാശ്, ഒന്നും പറയണ്ട. യു ഡു വൺ തിങ്, ജോലി റിസൈൻ ചെയ്യേ. എന്താ പ്രകാശ് പറയുന്നത്? രാജിവെക്കാന്ന് പറഞ്ഞാ പറയാൻ ഈസിയാ. കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കൂ. പ്രാക്ടിക്കൽ മാങ്ങാ തൊലി. നിനക്ക് വലുത് നിന്റെ ജോലിയും പ്രൊമോഷനും ഒക്കെ ആണല്ലോ. എന്താ, എനിക്ക് പ്രകാശിനെ പിരിഞ്ഞിരിക്കാൻ വിഷമമില്ലെന്നാണോ? കഷ്ടമുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, പ്രൊമോഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്ക്. അപ്പൊ ഈ ട്രാൻസ്ഫർ ഒഴിവാക്കല്ലോ. നല്ല കഥയായി. പ്രൊമോഷൻ വേണ്ടെന്ന് വെക്കാനോ? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. എന്നിട്ട് എന്തായി തീരുമാനം? തീരുമാനം എന്താവാനാ? അവള് നാളെ പോവുക. അതിനിടയ്ക്കാണ് അമ്മായി പിന്നെ MP വന്ന് ചാടിയത്. അങ്ങേര് അവളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നീ കിടന്ന് ബഹളം വെക്കണ കണ്ടാ തോന്നും വല്ല പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ എന്ന്. ആഴ്ചയിൽ ഒന്ന് പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ. എറണാകുളല്ലേ? എന്നാൽ എനിക്ക് അവള് വീട്ടിലില്ലാതെ ശരിയാവില്ല ചാക്കോച്ച. നിനക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും, പിന്നെ ഇതങ്ങടെ യൂഷ്വൽ ആയിക്കോളും. ചേടാ, ഓരോരുത്തന്മാരെ അവനവന്റെ ഭാര്യമാരെ ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വേളാങ്കണ്ണി മാതാവിനും ഇടപ്പള്ളി പുണ്യാളിനും എഴുതി എത്തിക്കുക. ഇതൊന്നും ഇല്ലാണ്ട് ദൈവം തന്ന അനുഗ്രഹം അല്ലടാ കുട്ടാ. ആഹാരമെല്ലാം നേരത്തിനും കാലത്തിനും കഴിക്കണം. അലക്കാനുള്ള തുണിയൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണ്ട. ഇവിടെ ഇട്ടിരുന്നാ മതി, ഞാൻ വന്നിട്ട് കഴിക്കോളാം. പിന്നെ കണ്ടമാനം ഉറക്കളക്കരുത്. ഇങ്ങനെ മുഖം വീർപ്പിച്ച് കിടന്നാലോ? ശനിയാഴ്ച വൈകിട്ടത്തെ ഡേ എക്സ്പ്രസിൽ ഞാനിങ്ങ് എത്തില്ലേ? ഞായറാഴ്ച മുഴുവൻ നമ്മൾ ഒരുമിച്ച്. പിന്നെ തിങ്കളാഴ്ച രാവിലത്തെ വേണം അതിന്. ദാ വരുന്നച്ചാ. ഞാൻ കാത്തിരിക്കും ശനിയാഴ്ച വൈകിട്ട്. ഭദ്രൻ, ആ മിസ്സസ് ശേഷാദ്രി വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഓവ് പറഞ്ഞിട്ടുണ്ട്. മിസ്സസ് ശേഷാദ്രിയുടെ ഒരു ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട് പോലെ അവിടുത്തെ രീതികളൊക്കെ. ഞാൻ തന്നെ ഇവിടെ അവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. അപ്പോ ഇറങ്ങാം മോളെ. മിസ്റ്റർ മൂർത്തി, ഈ കാസറ്റിൽ എഡിറ്റ് റൂമിൽ സെറ്റപ്പ് ചെയ്യും. എല്ലാം ഒന്ന് ക്യൂ ചെയ്ത് വെച്ചോളൂ. ഹലോ പ്രകാശ്. ഹായ് സുമിത്രയാ. നീ എന്താ എത്തി ഉടനെ വിളിക്കാത്തത്? എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ? അവിടുത്തെ നമ്പർ എത്രയാ? 361069. വൺ സെക്കൻഡ്. ആ പിന്നെ ഹോസ്റ്റലിൽ വിളിച്ച് ആദ്യം എന്നെ ചോദിച്ചിട്ട് കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ ഞാൻ എടുക്കാം. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു ദിവസം കൊണ്ട് ഒരു വിശേഷവും മതി, വെക്കട്ടെ. എന്താണ് സുമിത്ര കുട്ടാത്? ഈ ചേട്ടന് ഫോണിൽ കൂടെയെങ്കിലും ഒരു ഉമ്മതാ? പോ അവിടുന്ന്. ഓഫീസാ ഇത്. ഇത് പിന്നെന്താ ജയിലാ? ഞാൻ രാത്രി വിളിക്കാം. വേണ്ട വേണ്ട, എപ്പോഴും വിളിക്കണ്ട. ബില്ല് ഒരുപാടാവും. ഞാൻ വിളിക്കും വിളിക്കും വിളിക്കും. വിളിക്കണ്ട, ഞാൻ വെക്കട്ടെ.
361069. ആ സുമിത്ര ഒന്ന് കിട്ടുമോ? ഞാൻ ട്രിവാൻഡ്രന്റെ ഹസ്ബൻഡാണ്. ആ ഹലോ, ഞാനാ. എന്താ വിളിച്ചത്? ഒന്നുമില്ല, വിളിക്കണം തോന്നി. ഓ, നീ ഇല്ലാതെ എനിക്കിവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാനും കൂടി അങ്ങോട്ട് വരട്ടെ? എന്താ പ്രകാശത്, ചെറിയ കുട്ടികളെ പോലെ? നീ ഇങ്ങോട്ട് വാടി. നിന്റെ മണമില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പ്രകാശ് STD ആണ്, വെറുതെ വിളിച്ചിട്ട് കാശ് കളയാൻ. ശനിയാഴ്ച ഞാനങ്ങ് എത്താം. എടി, നീ ശനിയാഴ്ച ഇങ്ങോട്ട് എത്തണേ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. ഞാനങ്ങ് എത്താം. ഞാൻ വെക്കാണേ, വെക്കട്ടെ. സുമി, ഹലോ ഹലോ. ചിരിക്കുക നീ. എവിടെ വേണേ പൊക്കോ. എറണാകുളത്തേക്കല്ല, ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നീ പൊക്കോ. എടി, വെറും 300 രൂപ ശമ്പളം കൂടുതൽ വേണ്ടിയില്ല നീ എന്നെ ഇട്ട് എറണാകുളത്തേക്ക് പോയത്. നീ ഇല്ലാതെ ഒരു ദിവസമെങ്കിലും ഞാൻ ഇവിടെ തനിച്ചേർന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നിനക്കറിയാലോ അത്. കളിയാക്ക. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എന്റെ സ്വഭാവം നീ ചീത്തയാക്കരുത്. എടി, നീ ഇല്ല ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് നിനക്ക് കാണണോ? നിനക്ക് ഓടി കിടന്ന് നീ പോയില്ലേ? ഒരു 300 രൂപ ശമ്പളത്തിന് വേണ്ടിട്ട് പൊക്കോ. എവിടെ വേണേ പൊക്കോ. എനിക്കെന്താ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലേ? അത് കാണുമല്ലോ. ഞാൻ തനിച്ചിടന്ന് ഉറങ്ങിക്കോളാം. എനിക്കാരും വേണ്ട. എനിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഹലോ. ഞാനാ. രാവിലെ ഭയങ്കര കുക്കിംഗ് ആണ് അച്ഛനെ. ഭാര്യയില്ലാതെ വല്ലതും കുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണ്ടേ? അവളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവളുടെ വിചാരം. ഞാൻ 10 മണിക്കെത്താം. ഇല്ല, ഞാൻ 10 മണിക്ക് എത്താന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ റെഡി ആയിരിക്കണം മിസ്റ്റർ. 10 മണിക്ക് എത്താന്ന് പറഞ്ഞാൽ 10 മണിക്ക് എത്തും. വന്നില്ലെങ്കിലും ഒന്നുള്ളതല്ല, ഞാൻ എത്താന്ന് 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ? കാലത്ത് എനിക്കൂടെ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എത്താം. ഓക്കെ. റെഡി പ്രകാശ്? ഓക്കെ സാർ, തുടങ്ങിക്കോളൂ. സ്റ്റാർട്ട്. തീരപ്രദേശങ്ങളിലെ പാവപ്പെട്ട ഫിഷർമെൻ്റെ നന്മയ്ക്കായി പല നല്ല പ്രോജക്ട്സും സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിൽ വരുത്തുന്ന. കട്ട് ഇറ്റ്. എത്ര നേരമായി സാർ ഇത്? സാർ, യു ടേക്ക് യുവർ ഓൺ ടൈം. വെറുതെ കളയാൻ സമയമില്ല, അതുകൊണ്ടാ. പ്രകാശ്, 1 moment. എന്താ? ചൂടാവല്ലേ പ്രകാശ്, നിന്റെ മനസ്സ് ഫ്രീ അല്ല, അതാ. നീ ആദ്യം റിലാക്സ് ചെയ്യ്. ശരി, തുടങ്ങാം. നിനക്ക് എന്ത് പറ്റി പ്രകാശ്? മൂഡ് ശരിയില്ലെന്നേ. പെട്ടെന്ന് എല്ലാ ഋതുവും തെറ്റിയ പോലെ തോന്നുന്നു. ഒറ്റയ്ക്കായപ്പോ വല്ലാത്ത ബോറടി. പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള ഇൻട്രസ്റ്റും ഇല്ല. താ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം ലീവ് എടുത്ത് എറണാകുളം വരെ ഒന്ന് പോയി സുമിത്രയെ കണ്ട് കുറച്ച് ദിവസം താമസിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാനും അതിനെ കുറിച്ച് ചിന്തിച്ചു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. ഞാൻ മിസ്റ്റർ പ്രകാശിനെ വിളിപ്പിച്ചത് പണ്ഡിറ്റ് ആദിത്യവർമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാനി സിംഗർ? അതെ. കേരളത്തിൽ നിന്നും ബോംബെയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. പേര് കേട്ടിട്ടുണ്ട്, മലയാളിയാണെന്ന് അറിയില്ലായിരുന്നു. കഴിഞ്ഞ 4-5 വർഷമായി പൊതുവേദികളിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. ബോംബെയിലെ താമസം മതിയാക്കി ഇപ്പൊ ഇവിടെ അടുത്തൊരിടത്ത് ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. ഡൽഹിയിൽ നിന്നൊരു നോട്ട് വന്നിരിക്കുന്നു, എത്രയും വേഗം അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന്. ഞാൻ മിസ്റ്റർ പ്രകാശിനെയാണ് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ബട്ട് മാഡം, എനിക്ക് കുറച്ച് ലീവ് വേണമായിരുന്നു. നോ, ഇപ്പൊ ലീവ് തരാൻ പറ്റില്ല. ഒരു പ്രത്യേക ടൈപ്പാണ് മിസ്റ്റർ വർമ്മ. മീഡിയ പീപ്പിളിന് പുള്ളി പിടികൊടുക്കാറില്ല. വളരെ ബുദ്ധിപൂർവ്വം അപ്രോച്ച് ചെയ്താലേ കാര്യം സാധിക്കൂ. അതിന് മിസ്റ്റർ പ്രകാശ് തന്നെ വേണം. പ്രോഗ്രാം നന്നായിരിക്കണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രകാശിനെ ചെയ്യാം. എന്തു പറയുന്നു? ശരി മാഡം.